എന്താ പേര്? മിനി. ഈ മിനി മിക്കവാറും ശനിയാഴ്ചയിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ്. കിട്ടിയ സൗഖ്യം നമുക്ക് ഒന്ന് കേൾക്കാം. ഒന്ന് പറയാമോ? പറഞ്ഞു, ഞാൻ മൈക്ക് പിടിച്ചോളാം, പറഞ്ഞു. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊന്ന് വീണപ്പം കാലിൻ്റെ മുട്ടിൻ്റെ സൈഡ് ഒന്ന് പൊട്ടി. അപ്പോൾ അന്നപ്പം വലിയ കാര്യമാക്കിയില്ല, ചെറിയ വേദനയുള്ളതെന്ന് നോക്കി ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് മാത്രം പോയി കഴിച്ചു. അപ്പോൾ ആ ഡോക്ടർ എഴുതി എല്ലിൻ്റെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നപ്പോൾ ഒന്നും വേദനയില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വേദനയുണ്ട്. അപ്പോൾ ഞാൻ ബുധനാഴ്ച മത്തായി ഡോക്ടറിൻ്റെ മോനെ ചെന്ന് കണ്ടു. അന്നേരം പറഞ്ഞു ഇവിടെ പൊട്ടി ലിക്വിഡ് പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു 3-4 കൂട്ടം ഗുളിക തന്നു കഴിക്കാൻ പറഞ്ഞു. 2 ദിവസം കഴിച്ചു. കാല് റെസ്റ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. കാലിങ്ങനെ നൂർത്ത് വെക്കണം ബെഡിൽ. അപ്പം ഞാൻ പരിസ്ഥിതി ഞാനിവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ചിറ്റടി പോകാൻ പറ്റണം. അപ്പം വീട്ടുകാരൻ പറഞ്ഞു നിനക്ക് വയ്യ, നീ നടന്ന് പോകണ്ട വയ്യാത്തതുകൊണ്ട് പോകണ്ടെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, ജെയിംസെന്നാണ് വിളിക്കുന്നത്, ചേട്ടാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ നടന്ന് ബസ്സേ കയറി ഇവിടെ വന്നു. ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ എനിക്ക് പാടായിരുന്നു, ചെരുപ്പെല്ലാം ഊരിയിട്ട് ഞാൻ അപ്പുറം വഴി ബാത്റൂമിൽ പോകാൻ തന്നെ എനിക്ക് പാടായിരുന്നു. എന്നാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഭദ്രൻ എൻ്റെ പ്രേയർ എടുത്തു പറഞ്ഞായിരുന്നു, മിനി എന്ന പേര്. ഒന്ന് കൈയടിച്ച്. അപ്പം എനിക്ക് സാക്ഷ്യപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല, അത് എനിക്ക് കടന്നു വന്നേ. ഇപ്പം വേണ്ട, എനിക്ക് കാലിന് ഒരു വേദനയില്ല, ഒന്നുമില്ല. പിന്നെ ഒരു മുട്ടൊന്നും മടക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്, കുഴപ്പമില്ല. പിന്നെ മോന് പഠിക്കാൻ വേണ്ടി കുറേ നാളായിട്ട് കിട്ടത്തില്ലായിരുന്നു. പിന്നെ ഈ മെഡിക്കൽ കോഡിൻ്റെ ഒരെണ്ണം കിട്ടി. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പഠിക്കാനായിട്ട് കോട്ടയത്ത് കിട്ടി. പിന്നെ സാമ്പത്തിക ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ചെറിയ ജോലി കിട്ടിയാൽ മതിയെന്ന് എന്ന് വരുമ്പോഴും ഇവിടുന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഇവിടെ അടുത്ത കടയിലുള്ളൊരു ചേട്ടൻ തന്നെ പറഞ്ഞു എനിക്കൊരു ജോലി ശരിയാക്കി തന്നു, ചെറിയ ജോലിയാണ്. എന്നപ്പോൾ അത്രയേ ഉള്ളൂ. ദൈവത്തിന് നന്ദി. അത്ഭുതമായിട്ട് ഈ മകളുടെ കാൽമുട്ട് സൗഖ്യമാക്കി. ശരിക്കും പേര് എന്ന ആരാധനയില്ലേ വിളിച്ചു തന്നെയാണ് കർത്താവ് സൗഖ്യം നൽകിയത്. അതുപോലെ ജോലിയുടെ കാര്യം ശരിയായി, എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാം നടത്തിയൊരു അനുഗ്രഹ സാക്ഷ്യമാണ്. 17ാമത്തെ ആഴ്ച കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചു അല്ലേ?